Namaste. Those who are new here, I am Dr. Susan Kurru, life psychologist and transformation coach. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇസ് ഡിവോഴ്സ് ദ ഫെയിലിയർ ഓഫ് എ മാരേജ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ലെറ്റ്സ് ഡൈവ് ഇൻ. ഇപ്പോൾ ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മാരേജ് എന്ന് പറയുന്ന കോൺട്രാക്റ്റിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് അല്ലേ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ലീഗലി എടുത്ത ഒരു തീരുമാനത്തെ ലീഗലി ഉണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ എപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഡിവോഴ്സ് എന്ന് വിളിക്കുന്നത്, വിവാഹമോചനം നേടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൻ്റെ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട് രണ്ടുപേരും തമ്മിലുള്ള. ആ എഗ്രിമെൻറ്റിന് നമ്മൾ ഇനി മുതൽ നോ ലോങ്ങർ നമുക്കത് വേണ്ട, യു ആർ ടെർമിനേറ്റിംഗ് അതിൻ്റെ എന്ത് പേർപ്പസാണോ അത് സെർവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പേർപ്പസ്, അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ഹാപ്പിനെസ്സോ നമ്മുടെ ഗ്രോത്തോ ഒന്നും ഇത് നമുക്ക് തരുന്നില്ല. അതായത് ഈ ടെർമിനേഷൻ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ മാരേജിൽ അല്ലെങ്കിൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ അത് നോ ലോങ്ങർ സേവ്സ് ഇറ്റ് പേർപ്പസ്. അതായത് അതിൻ്റെ പേർപ്പസിൽ അതൊരു ഹാപ്പിനെസ്സോ ഗ്രോത്തോ അതല്ലെങ്കിൽ എനിക്ക് തരേണ്ട സപ്പോർട്ട്സോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഞങ്ങൾ ആദ്യമേ എഗ്രി ചെയ്ത പോലുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരാതെ വരുമ്പം നമ്മൾ പറയും വി ആർ ടെർമിനേറ്റിംഗ് ദ കോൺട്രാക്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലവ് ഡ്രൈസ്, അതായത് സ്നേഹം എന്ന് പറയുന്ന സാധനം അവിടെ തീരെ ഇല്ലാതാകും. അതുപോലെ തന്നെ കെയർ സ്റ്റോപ്സ്, അതായത് സ്നേഹം ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോകുന്നു. അതുപോലെ തന്നെ കെയർ എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാതാകുന്നു. പകരം അവിടെ എന്ത് മുളയ്ക്കുന്നു? ഹേർട്ടും അബ്യൂസും ഫ്ലറിഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് നെസസിറ്റി ആണ്, അത് ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു? ലവ് ഡ്രൈ ചെയ്യുന്നു, കെയർ സ്റ്റോപ്പ് ചെയ്യുന്നു. പകരം ഹേർട്ടും അബ്യൂസും വളർന്ന് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തു വരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഡിവോഴ്സ് എന്ന് പറയുന്ന വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്, അതല്ലാതെ ഫെയിലിയർ അല്ല. അപ്പം നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലേ, എല്ലാ കോൺട്രാക്റ്റുകൾ തമ്മിലും എല്ലാ റിലേഷൻഷിപ്പ് തമ്മിലും നമുക്ക് നല്ല രീതിയിൽ പോകാം, അത് പിരിയാൻ സാധ്യതയുണ്ട്, അങ്ങനെയും പോകാം. നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പം നമ്മുടെ ആളുകൾ കാണുന്നത് പലപ്പോഴും പല ആളുകളും ഇങ്ങനെയുള്ള മാരേജസിൽ ഈ ഹേർട്ടും അബ്യൂസും ഒക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്നതിനകത്ത് നമ്മൾ കിടക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഈ സൊസൈറ്റി കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ട്. അതിനകത്ത് വരുന്നത് നീ ഈ മാരേജിൽ നിന്ന് ഇറങ്ങിയത് നിന്റെ പേഴ്സണൽ ഫെയിലിയർ ആണ്, ലോകം മുഴുവൻ നിന്നെയാണ് കുറ്റപ്പെടുത്തുക, നിന്നെ എല്ലാവരും ഒരു ചീത്ത കണ്ണിലൂടെ കാണത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന വിവാഹമോചനം എന്ന് പറയുന്ന നമുക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആ കറേജിയസ് സ്റ്റെപ്പിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെൽബീയിങ്ങും നമ്മുടെ ഗ്രോത്തുമാണ്. നല്ല രീതിയിൽ നമ്മളുടെ വെൽബീയിങ്ങും നമ്മുടെ ഗ്രോത്തും നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ഇറങ്ങിയേ പറ്റും. ഇനി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ റിലേഷൻഷിപ്പും ഇവോൾവ് ചെയ്യും, ചേഞ്ച് ആകും. അങ്ങനെ പോകുന്ന ഇവോൾവിങ് ആൻഡ് ചേഞ്ച്, കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആൻഡ് ചേഞ്ച് ആണ്. പല റിലേഷൻഷിപ്പും അതിൻ്റെ ഒറിജിനൽ പേർപ്പസ് പലപ്പോഴും ലൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏത് റിലേഷൻഷിപ്പിലും നമുക്കത് കാണാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അവിടെ സെർവ് ചെയ്യത്തില്ല. ഇനി അതനുസരിച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചോ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി പ്രോപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഹേർട്ടും അബ്യൂസും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു സ്ഥലത്താണ്
നമ്മൾ പറയുന്നത്. ചില സമയത്ത് അതൊരു ടോർച്ചറിലേക്ക് വരെ പോകുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയും മാരേജ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആ കോൺട്രാക്ട്, അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ നമ്മൾ പറയും ഡിവോഴ്സ് ഇസ് നെവർ എ ഫെയിലിയർ, മാരേജിൻ്റെ ഫെയിലിയർ അല്ല അത്. നമ്മൾ സാധാരണ മാരേജ് സക്സസ് എന്നൊക്കെ എല്ലാവരും പറയുന്ന ഈ ലോകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഫാമിലിയും എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് ഡ്യൂറേഷൻ, നോട്ട് വിത്ത് ഇറ്റ്സ് വെൽ ബീയിങ്. ഡ്യൂറേഷനോ ഭയങ്കര വർഷങ്ങൾ ജീവിച്ചൊരു കപ്പിൾ, അവരെ അനുമോദിക്കുന്നവരുണ്ട്, അവരെങ്ങനെ ജീവിച്ചു എന്നുള്ളത് അവർ നോക്കാറില്ല. പക്ഷെ ഒരു മാരേജിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചതല്ല, പകരം എന്താണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി, വെൽ ബീയിങ്, എത്രമാത്രം നല്ല രീതിയിലുള്ള നല്ല ഒരു പീസും ഹാപ്പിനെസ്സും ഒക്കെയുള്ള നല്ല ഒരു പ്രോഗ്രസീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പല മിസറബിൾ ആയിട്ടുള്ള മാരേജ് കാണാറുണ്ട്. പക്ഷെ അതിനകത്തെല്ലാം എല്ലാവരുടെയും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും വാലിഡേഷനാണ്. എന്തൊക്കെ വന്നാലും ഈ മാരേജ് പോകാതെ ഞാൻ പിടിച്ചു നിന്നു. ദാറ്റ് ഈസ് നോട്ട് ദ സക്സസ് ഓഫ് മാരേജ്. നെവർ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സക്സസ് ഓഫ് മാരേജ്. മിസറബിൾ മാരേജസ് ആർ കൺസിഡേർഡ് ആസ് ദ ഫെയിലിയർ ഓഫ് എ മാരേജ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫെയിലിയറിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെയിലിയർ ആയിട്ടുള്ള സാധനത്തെ താങ്ങിപ്പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് കളിക്കുന്ന കളിയാണത്. അപ്പം മിസറബിൾ മാരേജസ് നിങ്ങൾ എത്ര ലോങ് നാളത്തേക്ക് ജീവിച്ചു കൊണ്ടു നടന്നു പറഞ്ഞിട്ടും കാര്യമില്ല. ഇറ്റ് ഈസ് എ ടോട്ടൽ ഫെയിലിയർ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും ഡിസേർവ് ചെയ്യുന്നത് ഹെൽത്തി, ഹാപ്പി ആൻഡ് പ്രോഗ്രസീവ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കോൺഫിഡൻസ് തരുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കോൺവെർസേഷനിൽ, നമ്മുടെ ഇൻട്രാക്ഷൻസിൽ, നമ്മുടെ കൂട്ടത്തിൽ അവർ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യണം, ഒരു സേഫ്റ്റി ഫീൽ ചെയ്യണം. വി ആർ കാം ആൻഡ് കൂൾ വിത്ത് ദിസ് പേഴ്സൺ ആൻഡ് വി ആർ ഗുഡ് വിത്ത് ദിസ് പേഴ്സൺ. ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മളെല്ലാം ഡിസേർവ് ചെയ്യുന്ന അങ്ങനത്തെ റിലേഷൻഷിപ്പാണ്. അപ്പം അത് അല്ലാതെ വരുന്നിടത്ത് നമ്മളെപ്പോഴും നോക്കേണ്ടത്, ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പാണ് ടുവേർഡ്സ് എവർ ഇവോൾവിങ് ലൈഫ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മൾ പ്രോഗ്രസീവായിട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഡിവോഴ്സ് ഒരു ലൈഫിൻ്റെ എൻഡല്ല, അത് ഒരു പാർട്ട്ണർഷിപ്പിനെ നമുക്ക് പറ്റാത്തത് കൊണ്ട് അവിടെ അബ്യൂസസും നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടും വരുന്നു. അപ്പം മിസറബിൾ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷേ എത്രയോ പേര് വീണ്ടും വിവാഹം കഴിക്കുന്നു, അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാരേജ് ഉണ്ടാകുന്നു. അപ്പം ഡ്യൂറേഷനിലേക്ക് നോക്കി പോകാതെ നമ്മുടെ മാരേജ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് രണ്ടു പേർക്കും ഗ്രോത്തും അതുപോലെ തന്നെ ആർ വി മ്യൂച്വലി കമ്മിറ്റഡ്, കോംപ്ലിമെൻറ്റിങ് ആണോ, നമ്മുടെ ആ ഒരു യൂണിറ്റിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല, ബട്ട് ഇറ്റ്സ് ആൻ എൻഡ് ഓഫ് ദാറ്റ് പാർട്ട്ണർഷിപ്പ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് എനിമോർ ആസ് ഇറ്റ് ഒറിജിനലി പ്ലാൻഡ്. ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ പേർപ്പസ് സെർവ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും നല്ല പീസ്ഫുള്ളായിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ സ്ട്രാറ്റജീസും നല്ലപോലെ അറിയണം. അതിന് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ.